പോയി റെക്കമെൻഡേഷൻ കൊടുത്ത്, ആരോടും പോയി പേപ്പർ കൊടുത്ത്, ആരോടും പോയി കാല് പിടിച്ചിട്ടില്ല. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായത് ആരുടെയും കൈകാല് പിടിച്ച്, ആരോടും വാക്ക് പറഞ്ഞ്, ആർക്കും പ്രൈസിനോട് പതാരം കൊടുത്തോ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടോ കൈക്കൂലി കൊടുത്തിട്ടോ അല്ല. യോസഫ് കുണ്ടറയിൽ നിന്ന് മിസ്രൈമിന്റെ അധിപനായി മാറിയത് ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടല്ല. ദാനിയേൽ അവരോധിക്കപ്പെട്ടത്, ഇതൊക്കെ നടന്നത് നന്മയും കരുണയും അവരുടെ പിന്നാലെ വന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യും. You just learn to walk with the Lord. ദൈവത്തോട് ചേർന്ന് നടക്കാൻ. There will be a change in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൂടാരം നീക്കി അടിക്കണ്ട, നിങ്ങൾക്കുള്ള കൂടാരം തമ്പുരാൻ ഉറപ്പിക്കും. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. മനുഷ്യപുത്രന്റെ വരവ് ആസന്നമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചിന്തിക്കും, ഇപ്പൊ വരത്തില്ല, ഇനി സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് താൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞ് അവരെല്ലാവരും പലവിധമായ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് വാനമേഘങ്ങളിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സാഹചര്യം അതാണ്. അതിനുവേണ്ടി കർത്താവ് 2 പേരുകളാണ് എടുത്തു പറഞ്ഞത്. ഒന്നാമത്തെ പേര് നോഹയുടെ, പ്രൈസ് ദി ലോർഡ്, നോഹയുടെ കാലം പോലെ എന്നാ എന്ന് പറഞ്ഞ നോഹയുടെ കാലം. നോഹ ഏകദേശം 120ഓളം വർഷത്തോളം പ്രൈസ് ദി ലോർഡ് യഹോവയായ ദൈവം ഭൂമിയിൽ മഴ അയക്കാൻ പോവുകയാണെന്ന് പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. ദൈവത്തിനൊരു അരുളപ്പാടുണ്ടായി. ദൈവം പറഞ്ഞു, ഞാൻ ഈ ഭൂതലത്തിൽ മുഴുവനും മഴ അയച്ചുകൊണ്ട് നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. വെള്ളം കൊണ്ട് ഈ ഭൂതലം നശിക്കും. ഇത് കേട്ട മാത്രയിൽ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത നോഹ അതിനാവശ്യമായ പെട്ടകം പണിതു. അതേസമയം പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രസംഗിക്കാൻ തുടങ്ങി. കാണുന്നവരോടൊക്കെ പറയും, ദൈവം ഒരു മഴ അയക്കുന്നുണ്ട്. അന്ന് വരെ ഭൂതലത്തിൽ മഴ പെയ്തിട്ടില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് ചെടികളൊക്കെ നനച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതൊരു വാക്ക് കേട്ട ഉടനെ അതിനെ ശിരസാ വഹിച്ചിട്ട് അത് ഏറ്റെടുത്തിട്ട് നോഹ പറഞ്ഞു, മഴ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മഴ വരും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയെ, ഭൂതലത്തെ മുഴുവനും അത് മൂടും. ഭൂതലം നശിച്ചു പോകും. അതുകൊണ്ട് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രസംഗിച്ചു. ആരും കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഭൂതലത്തിലുണ്ടായിരുന്ന മനുഷ്യരാരും കേട്ടില്ല. അതേ സമയം പോലെ കർത്താവ് പറയുക, നോഹയുടെ കാലം പോലെ തന്നെയാണ് മനുഷ്യപുത്രന്റെ വരവും വരുന്നത്. പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പ്രസംഗകന്മാരൊക്കെ പറയും കർത്താവിന്റെ വരവ് ആസന്നമായി എന്ന്. എന്നാൽ നമ്മൾ ചിന്തിക്കും, പ്രൈസ് ദി ലോർഡ്, ഇനിയും സമയമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ പ്രൈസ് ദി ലോർഡ് പത്രോസിന്റെ കാലം മുതൽക്ക് തന്നെ ദൈവജനം ചിന്തിച്ചു, കർത്താവിന്റെ വരവ് ഇന്ന് നടക്കും അല്ലെങ്കിൽ നാളെ വരും. വരാതായപ്പോൾ അവർ ചിന്തിച്ചു, ഇനി വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണ്ട. നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് മുന്നോട്ട് പോയാൽ മതിയെന്ന് അവരെന്ത് ചെയ്തു? അങ്ങ് ചിന്തിച്ചു പോയി. കർത്താവ് പറയോ, ഒന്ന് നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. 2 പേര് കിടന്നുറങ്ങും, ഒരാളെ എടുത്തുകൊള്ളും. 2 പേര് വയലിലുണ്ടാകും, ഒരാളെ എടുത്തുകൊള്ളും. 2 പേര് പ്രൈസ് ദി ലോർഡ് തിരികല്ലിൽ അരച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും, മറ്റേയാളെ കളയും. എന്ന് പറഞ്ഞാൽ 2-ൽ 1 കളയും എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. 2 പേരും ഒരുപോലെ ഇരുന്നവരാ, 2 പേരും ഒരുപോലെ ജീവിച്ചവരാ, 2 പേരും ഒരുപോലെ സമ്പാദിച്ചവരാ, 2 പേരും ഒരുപോലെ പ്രൈസ് ദി ലോർഡ് നന്മകൾ അനുഭവിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരുങ്ങിയവൻ പോകും, ഒരുങ്ങാത്തത് ഇവിടെ ശേഷിക്കും. ഒന്ന്, യേശു കർത്താവ് പറഞ്ഞ നോഹയുടെ കാലം പോലെ. രണ്ടാമത്തത്, യേശു കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ വേദഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം. അതിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മതിയാമ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. റിമെമ്പർ ലോട്ട്സ് വൈഫ്. ചെറിയൊരു വാക്യം അല്ലേ? 2-3 വാക്കുകളേ ഉള്ളൂ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. 3 വാക്ക്. റിമെമ്പർ ലോട്ട്സ് വൈഫ്. എത്ര ശക്തമായ അത്ഭുതം. യേശു കർത്താവിന്റെ വരവിനോട് ചേർത്തിട്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുള്ളൂ. എന്തുവായി ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? ലോത്തിന്റെ ഭാര്യയ്ക്ക് പേര് പറയുന്നില്ല, വേദപുസ്തകത്തിൽ ഒരിടത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ലോത്താരെന്നറിയാലോ? ആരാ? അബ്രഹാമിന്റെ സഹോദരപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം യൂർ ദേശത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് ദൈവം കാനാനിലോട്ട് നടത്തിയപ്പം അന്നും പെട്ടിയും പറക്കി പോന്നതാ. പ്രൈസ് ദി ലോർഡ്. കൂടെ നടന്നിട്ട് കാനാൻ ദേശം ലാക്കാക്കി നടന്നു. ഒക്കെ ശരിയാണ്. അബ്രഹാമിൻ ദൈവ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ അതൊക്കെ കണ്ട് വളർന്നയാളാണ്. അബ്രഹാം യാഗം കഴിച്ചപ്പോൾ അത് കണ്ട മനുഷ്യനാണ്. അബ്രഹാമിനൊരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കണ്ട് വളർന്ന ലോത്ത് പ്രൈസ് ദി ലോർഡ് വഴിതെറ്റിപ്പോയി. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ലോത്ത് വലഞ്ഞുപോയി. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയുക, നീതിമാനായ ലോത്ത് എന്ത് ചെയ്തു? വലഞ്ഞുപോയി. നീതിമാന്മാർ എങ്ങനെ വലയുന്നേ? യേശു കർത്താവ് പറയുക, ലോത്തിന്റെ ഭാര്യ നിങ്ങൾ ഓർത്തുകൊള്ളു. ലോത്തിന്റെ ഭാര്യ ഓർക്കണമെങ്കിൽ നമ്മൾ ലോത്തിനെ അറിയണം. ലോത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ട് ലോത്തിന്റെ ഭാര്യയിലോട്ട് വരാം. ഉൽപ്പത്തി പുസ്തകം 13:8-11 വരെ.
അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരൂട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശത്തെ പോലെയുമായിരുന്നു. ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി തന്നിട്ടിരുന്നു. അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു. എന്നാൽ നിങ്ങൾ ഈ 19 അധ്യായം ആരംഭിക്കുമ്പോൾ അതിന്റെ 2-ാം ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം എന്തായിരുന്നു? ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാം അധിക സമ്പന്നനായി. അതേസമയം ലോത്തും, നിങ്ങൾ ആ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അബ്രഹാമിനെ പോലെ തന്നെ ലോത്തും സമ്പന്നനായിരുന്നു. എന്നാൽ കൂടുതൽ സമ്പന്നൻ ആരായിരിക്കാം? അബ്രഹാം ആയിരിക്കാം. കാരണം അബ്രഹാമിന് ഒത്തിരി കന്നുകാലികൾ, വെള്ളി, പൊന്ന് ഇവകയിലെല്ലാം അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കിടയിൽ പ്രൈസ് ദി ലോർഡ്, ഇവിടെ കന്നുകാലികൾ തമ്മിൽ ഇഷ്ടംപോലെ ഉണ്ട്. ദേശത്ത് പാർക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒത്തിരി നന്മ ഉള്ളത് കൊണ്ട് ഇവിടെ ഇടയന്മാർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായി. അവർ പാർക്കുന്ന ദേശത്ത് പാർത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇടയന്മാർക്ക് പ്രശ്നമുണ്ടായപ്പോ അബ്രഹാം ലോത്തിനെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞേ, നമുക്കിടയിൽ എന്തുണ്ടാവാൻ പാടില്ല? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ലോത്ത് അബ്രഹാമിന്റെ കൂടെ വന്നതാണ്. ലോത്ത് അബ്രഹാമിനെ കണ്ടു വളർന്നതാണ്. അബ്രഹാമിന് കിട്ടിയ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ നന്മയിൽ നിന്ന് ഒരു ഓഹരി പ്രാപിച്ചു വളർന്നവനാണ് ലോത്ത്. അബ്രഹാം ദൈവത്തോട് ചേർന്ന് നടന്നു. അബ്രഹാം പ്രൈസ് ദി ലോർഡ് ഊർദേശത്ത് നിന്ന് വരുമ്പോ സമ്പത്തുമായി തിരിച്ചവനല്ല. അവനോട് പറഞ്ഞു, നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും ഒക്കെ വിട്ടേച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വാക്ക് കേട്ട് ആരെല്ലാം ഇറങ്ങിയിട്ടുണ്ടോ അവരെയൊക്കെ തമ്പുരാൻ മാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചിന്തിക്കും? അയ്യോ, ഞാൻ കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി, എന്റെ ദൈവത്തിന്റെ മുഖം നോക്കി ഇറങ്ങി, അയ്യോ എന്നെ സഹായിപ്പാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പൊ എന്നെ സഹായിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുഖം നോക്കി ഇറങ്ങിയവരാരും ഇന്ന് നിങ്ങൾക്ക് ഇച്ചിരി ക്ഷീണമുണ്ടായിരിക്കാം, ഇന്ന് നിങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ടായിരിക്കാം. എന്നാൽ വചനത്തിന്റെ വാഗ്ദത്തത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുക, പ്രൈസ് ദി ലോർഡ്, അവൻ വഴിയിൽ കളയുന്നവനല്ല, അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ വാക്കുമാറിയാലും വാക്കുമാറാത്ത ഒരു കർത്താവിനോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, എൻ മനമേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഓ, ശത്രുക്കളെ കാണുമ്പോ, ഒരു നന്മ ഒന്ന് വൈകിയപ്പോ, ഒരു രോഗം വന്നപ്പോ, കിട്ടേണ്ട നന്മ കിട്ടാതെ പോയപ്പോ നീ എന്തിനാ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്? യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ മനമേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഇന്ന് കാണുന്ന ഇല്ലായ്മയും, ഇന്ന് കാണുന്ന രോഗവും, ഇന്ന് കാണുന്ന പ്രതികൂലവും കൊണ്ട് നീ ക്ഷീണിച്ചു പോകണ്ട. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെന്ത് ചെയ്യത്തില്ല? ക്ഷീണിച്ചു പോകത്തില്ല. നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് ബലപ്പെടുത്തിക്കൊള്ളണം. ചില സമയത്ത് നമ്മളെ ബലപ്പെടുത്താൻ ആരും വരത്തില്ല. സ്തോത്രം. ആരെയും കാണത്തില്ല. ഒരുപക്ഷെ ക്ഷീണിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും, ബലപ്പെടുത്താൻ ആരും കാണത്തില്ല. അപ്പൊ സ്വന്തമായി പ്രാർത്ഥന മുറി കയറി പറയണം, നീ ഒന്ന് ബലപ്പെടുക. നീ ഒന്ന്, ദാവീദ് പറയുക, ദാവീദിനെ അവിടെ ബലപ്പെടുത്താൻ, ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ ബലപ്പെടുത്താൻ ആരുമില്ല. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് മുഴങ്കാലെന്ന് ദാവീദ് പറയുക, എൻ മനമേ, ദാവീദേ, നീ ഒന്ന് ശാന്തമാവ്, എൻ മനമേ, നീ ഒന്ന് സ്വസ്ഥമായിരിക്കെ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ നീ നോക്കാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക്. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനാണ് ലോത്ത്. അബ്രഹാമിന്റെ കൂടെ നടന്ന് വളർന്നു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, അബ്രഹാമിനും സമ്പത്തുണ്ട്, ലോത്തിനും സമ്പത്തുണ്ട്. അബ്രഹാമിനും കന്നുകാലികളുണ്ട്, ലോത്തിനും കന്നുകാലികളുണ്ട്. ഇതൊക്കെ കൂടെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോ, അവർക്ക് സ്ഥലം പോരാതെ വന്നു കഴിഞ്ഞപ്പോ അബ്രഹാം വിളിച്ചു പറഞ്ഞു, മോനെ ലോത്തേ, നമ്മൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ശരിയായ ആത്മീയന്റെ സ്വഭാവം അതാ. പ്രൈസ് ദി ലോർഡ്. ഒരു ഇച്ചിരി കുറഞ്ഞിരുന്നാലും, 10 രൂപ കുറഞ്ഞിരുന്നാലും, ഒരു നന്മ ഇച്ചിരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞാലും, ഒരു ശരിയായ ആത്മീയന്റെ നല്ലൊരു തെളിവെന്ന് പറഞ്ഞാൽ അവൻ പറയും, കുഴപ്പമില്ല, നീ എടുത്തോ, എന്നാലും എന്നെ ഉപദ്രവിക്കരുത്. പ്രശ്നം നമുക്കിടയിൽ എന്തുണ്ടാവാൻ പാടില്ല? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? അബ്രഹാം പ്രാർത്ഥിക്കുന്നവനാ. പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനറിയാം, ലോത്തിനോട് തല്ലി പിടിച്ചേച്ച് പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കാൻ പറ്റത്തില്ല, തമ്പുരാൻ പിണങ്ങും. ലോത്തിനോട് തല്ല് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ മൊഴിയിൽ മുഴങ്കാലം അടക്കാൻ പറ്റത്തില്ല. കാരണം വചനം പറയുന്നുണ്ട്, സന്ധ്യാസമയത്തിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലുള്ള
പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തേച്ച് വേണം നീ പ്രാർത്ഥനാ മുറിയിൽ കയറാൻ. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, കുഞ്ഞെ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, തീർക്കാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ. ഇത് സത്യത്തിൽ ആരാ പറയണ്ടേ? അബ്രഹാമാ പറയണ്ടേ. കാരണം സമ്പത്തുള്ളവൻ അബ്രഹാം, ആദ്യം വന്നവൻ അബ്രഹാം. ലോത്ത് അബ്രഹാമിന്റെ കൂടെ വന്നവനാ. ഒത്തിരി ആടുമാടുകളുള്ളതും പ്രൈസലോട് ഒത്തിരി മൃഗങ്ങളുള്ളതും ഒത്തിരി വെള്ളിയും പൊന്നും ഉള്ളതും പ്രൈസലോട് ഒത്തിരിയും പ്രൈസലോട് പരിചാരകരൊക്കെ ഉള്ളത് അബ്രഹാമിനാ. അബ്രഹാമിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ലോത്തെ മോനെ ഈ കാണുന്ന സ്ഥലമില്ലേ, ഇത് നീ അങ്ങ് എടുത്തോ. പ്രൈസലോട് അവിടെ ഇച്ചിരി സ്ഥലം നിനക്കുണ്ട്, നിനക്ക് വേണമെങ്കിൽ നിന്റെ കന്നുകാലികളുമായിട്ട് നിനക്ക് അവിടെ തമ്പടിക്കാമെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പറഞ്ഞോ? പിന്നെന്തുവാ പറഞ്ഞേ? നിനക്കിഷ്ടമുള്ള സ്ഥലം നീ എടുത്തോ. അബ്രഹാമിനറിയാം ലോത്ത് ഏത് തിരഞ്ഞെടുത്തതാലും ലോത്ത് എന്തായാലും എടുക്കുന്നത് നല്ല സ്ഥലമായിരിക്കും അല്ലേ. മറുഭാഗം നല്ലതല്ലെങ്കിലും മരുഭൂമിയെ നീരുറവാക്കാൻ കഴിയുന്ന കർത്താവ് കൂടെയുള്ളത്. നിനക്ക് കിട്ടിയത് വരണ്ട നിലമാണേലും, നിനക്ക് കിട്ടിയത് ചതുപ്പാണേലും, നിനക്ക് കിട്ടിയത് പ്രൈസലോട് കുറുക്കന്മാർ പാർക്കുന്ന ഇടമാണേലും, അതിനെ മരുഭൂമിയെ നീരുറവയാക്കുവാൻ പ്രൈസലോട് വരണ്ട നിലത്തെ പ്രൈസലോട് ഉദ്യാനമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനോടാ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഏത് വരണ്ട അവസ്ഥയും മാറ്റുവാൻ എന്റെ തമ്പുരാന് കഴിയും. ഏത് ചതുപ്പിനെയും പ്രൈസലോട് ശരിയാക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. പ്രൈസലോട് ഏത് താഴ്ന്ന അവസ്ഥയെയും ഏത് ബലഹീനമായ അവസ്ഥയെയും മാറ്റുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തെ ദൈവത്തോട് കൊടുത്തിട്ട് ദൈവത്തോട് പറ, കർത്താവേ എന്റെ മുമ്പിലുള്ള ഈ വിഷയത്തിന്റെ മേല്, എന്റെ മുമ്പിലുള്ള ഈ പ്രശ്നങ്ങളുടെ മേല് ദൈവത്തിന്റെ ഒരു നീക്കുപോക്ക് വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അബ്രഹാമിന് അറിയാം ഊർ ദേശത്ത് നിന്ന് കാനാനിലോട്ട് കൊണ്ടുവന്ന ദൈവത്തിന് ലോത്ത് നല്ലത് തിരഞ്ഞെടുത്താൽ എനിക്ക് കിട്ടുന്ന പ്രൈസലോട് സ്ഥലത്തില് പൊന്ന് വിളയിപ്പാൻ തമ്പുരാന് കഴിയും. എനിക്ക് തന്നതിനകത്ത്, നമ്മൾ കിട്ടിയതിനകത്ത് വെച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വലുത് കിട്ടിയേച്ച് ദൈവത്തിന് നന്ദി പറയാം. ഒരു BMW കിട്ടിയിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു 10 ഏക്കർ കിട്ടിയേച്ച് നമുക്ക് നന്ദി പറയാം. വലിയൊരു ജോലി കിട്ടിയിട്ട് ദൈവത്തിന് നന്ദി പറയാം. കുഞ്ഞെ ഇന്ന് നിനക്ക് തന്നതില് നീ ദൈവത്തിന് നന്ദി പറയുകയാണെങ്കിൽ വലുത് തരുവാൻ ദൈവം വിശ്വസ്തനാ. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കി മാറ്റും. If you are faithful in your little things, God will make you in charge of bigger things. നിനക്ക് തന്ന ചെറുതിൽ നീ ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ദൈവത്തോട് ചേർന്ന് നടന്നാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ തമ്പുരാൻ നിന്നെ ഏൽപ്പിക്കും. ലോത്ത് നോക്കി യോർദാൻ പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. ലോത്ത് ചെയ്ത് ശരിയാണോ തെറ്റാണോ? ആരും മിണ്ടുന്നില്ല. ലോത്ത് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരി, കുഴപ്പമില്ലല്ലേ മോളെ? അടുക്കള പറഞ്ഞ നിങ്ങൾ എടുത്തതല്ലേ? തെറ്റാണോ? കുഴപ്പമില്ല. ശരിയായാലും തെറ്റായാലും രണ്ടിലെങ്ങോട്ടായാലും കുഴപ്പമില്ല. അബ്രഹാം പറഞ്ഞു ലോത്തെ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു. ലോത്ത് നോക്കി നല്ല സ്ഥലം നോക്കി അങ്ങ് എടുത്തു. എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് അങ്ങനെ ഒരു സെലക്ഷൻ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തുവാ? ദൈവത്തോട് ചോദിക്കണം. യു നീഡ് ടു കൺസൾട്ട് വിത്ത് ഗോഡ്. എത്ര വലുതായാലും 2 ചോയ്സ് ആയാലും 5 ചോയ്സ് ആയാലും ദൈവത്തിൽ കൊണ്ടുപോയിച്ചിട്ടാണ് കർത്താവേ അങ്ങയുടേതല്ലാത്തത് എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. കർത്താവേ അങ്ങയുടേതല്ലാത്തത് അത് നന്മയായാലും അനുഗ്രഹമായാലും എനിക്ക് വരുന്ന വലിയ നന്മയായാലും ചെറിയ നന്മയായാലും എന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിൽ വലുതും വിശാലമായാലും കർത്താവേ അങ്ങയുടേതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട കർത്താവേ. ലോത്ത് പ്രാർത്ഥിച്ചില്ലെന്നേ. ലോത്ത് പോയി അബ്രഹാം പറഞ്ഞ ഉടനെ സ്തോത്രം ദൈവസന്നിധിയിൽ പോയിരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച്, കർത്താവേ അവിടുത്തെ ഹിതമാണെങ്കിൽ എനിക്കൊരു സ്ഥലം കാണിച്ചു തരണമേ എന്നല്ല പറഞ്ഞത്. ലോത്തിന് കണ്ണിന് ഇമ്പമായത്, കണ്ണിന് നല്ലതെന്ന് തോന്നിയത് ലോത്ത് തിരഞ്ഞെടുത്തു. കാര്യം എന്തുവാ? അവന് ബോനസിനെ ബോധിച്ചത് അവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീതിമാൻ വലയുന്നത് മനസ്സിലായോ? ദൈവത്തോട് ആലോചന ചോദിക്കാതെ ജഡത്തിൽ നീ തീരുമാനമെടുക്കുമ്പോൾ ഏത് നീതിമാനും വലയും. നീ പ്രാർത്ഥിക്കും, നീ ആരാധിക്കും, നീ അന്യഭാഷ പറയും, നീ വെള്ളമുടുപ്പിടും, നീ കൂട്ടായ്മ കൂടും, ഉപവസിക്കും, ഇതൊക്കെ ശരിയാ. പക്ഷെ നീ തീരുമാനമെടുക്കുന്നത് ജഡത്തിലാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഏത് നീതിമാനും വലയും.
പറഞ്ഞത് നീതിമാനായ ലോത്ത് വലഞ്ഞുപോയി എന്നാണ്. അവൻ കൂടെ നടന്നത് അബ്രഹാമിന്റെ കൂടെയാ. അത് വലിയ പ്രയോജനമൊന്നും ഉണ്ടാക്കിയില്ല. കാര്യം എന്തുവാ? ഇവന് മാറ്റം വരണ്ടേ. പത്രോസ് നീതിമാനെന്ന് വിളിച്ചു, എന്നാലും പറയുക അവൻ വലഞ്ഞുപോയി. കാര്യം എന്തുവാ? ഏതെടുക്കണമെന്നൊരു തീരുമാനം വന്നപ്പോ ശരിയായി ദൈവസന്നിധി പോയിരുന്നു പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം അവൻ ജഡത്തിലൊരു തീരുമാനമെടുത്തു. തന്റെ കണ്ണിന് ഇമ്പമായത് സെലക്ട് ചെയ്തു. ഡോണ്ട് ചൂസ് വാട്ട് ഗിവ്സ് പ്ലഷർ ടു യു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണിന് ഇമ്പമായത്, വാട്ട് പ്ലീസസ് യുവർ ഐസ്, ഡോണ്ട് ചൂസ് ദാറ്റ്. ഓൾവേസ് ഗോ വിത്ത് ദ ഗോഡ്. ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവേ, ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങൾ, നിങ്ങൾ പഠിപ്പാനായിട്ട് അടുത്ത കോഴ്സ് എടുക്കുമ്പോൾ, ജോലിക്കായി ശ്രമിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, ഞാനിനി എന്താ പഠിക്കേണ്ടത്? കർത്താവേ, ഞാനിനി എന്തുവാ ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ ഏത് സ്റ്റെപ്പായി എടുക്കേണ്ടത്? എനിക്ക് മുമ്പിൽ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഉടനെ അതിലേക്ക് അങ്ങ് പോകാമെന്ന് പറയരുത്. പകരം ദൈവസന്നിധിയിൽ പോയിരുന്ന് പറയണം, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ മാത്രം അത് തുറക്കപ്പെടട്ടെ. മനുഷ്യൻ തുറന്ന വഴികൾ അടയും, ദൈവം തുറന്ന വഴികൾ ഒരിക്കലും അടയത്തില്ല. ഇത്തിരി ഞെരുങ്ങിയാലും അവിടെ ദൈവം അതിനെ മേച്ചുപുറാക്കും. ഇച്ചിരി ഞെരുങ്ങിയാലും ഇത്തിരി ഭാരപ്പെട്ടാലും ഇച്ചിരി കഴിയുമ്പോൾ തമ്പുരാൻ അതിനെ മേച്ചിൽ പുറമാക്കി മാറ്റും. അതുകൊണ്ട് മനുഷ്യൻ ഉദ്ദേശിച്ച വഴിയെ പോകരുത്, തമ്പുരാനോട് കൂടെ പോകണം. ലോത്ത് ഒരു അവിശ്വാസിയല്ല. ലോത്ത് ഒരു ലോക മനുഷ്യനായിട്ടൊന്നും അല്ല. ലോത്ത് ഒരു ആത്മീയനാ. അബ്രഹാമിന്റെ കൂടെ നടന്നവനാ, കുടുംബത്തിൽപ്പെട്ടവനാ, പ്രാർത്ഥന കേട്ടവനാ. ഇസ്മായേലിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും പറയുമ്പോൾ ലോത്ത് കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിനകത്ത് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, അബ്രഹാമേ, ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കാമെന്ന് പറയുമ്പോൾ ലോത്ത് കേട്ടോണ്ട് നിൽക്കും അബ്രഹാം പറയുന്നത്. അബ്രഹാം നടന്നു പ്രാർത്ഥിക്കുന്നതും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കൂടാരത്തിനകത്ത് ഇരിക്കുന്നതും ഒക്കെ ലോത്ത് കണ്ടു വളർന്നവനാ. പക്ഷെ ഒരു സെലക്ഷൻ വന്നപ്പോൾ, എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ലോത്തിന് അറിയത്തില്ല. നീതിമാൻ വലയുന്നത് കണ്ട. ഒരു വാക്യം കൂടെ വായിച്ചേ, വേഗത്തിൽ വായിക്കാം. നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 13 verse 12. പ്രൈസ് ദി ലോർഡ്. ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. ഈ സോദോം ഒരു പട്ടണമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ആൾക്കാരെങ്ങനാ? സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമാകുന്നു. 13-ാമത്തെ വാക്യം. സോദോം നിവാസികൾ ദുഷ്ടന്മാരും. അപ്പം ലോത്തിന് അറിയാം താൻ പോകുന്നത് എവിടോട്ടാ? ദുഷ്ടന്മാരുടെ അടുക്കലോട്ടാണ്. നീ കൂടാരം നീക്കി നീക്കി അടിക്കുമ്പോ, ഇത്രയും നാളും ആരുടെ കൂടാരത്തിൽ കൂടെ പാർത്തതാ? അബ്രഹാമിന്. അവിടെ സന്ധ്യാപ്രാർത്ഥനയുണ്ട്, അവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, 3, 7, 21 ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. രാവിലെ പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്, 3 പാട്ട് പാടും, 4 സങ്കീർത്തനം വായിക്കും. പ്രൈസ് ദി ലോർഡ്. 1 മണിക്കൂറും 2 മണിക്കൂറും മുഴങ്കാലിലൊക്കെ നിൽക്കും. ഇത് കണ്ട് മാറ്റപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ നന്മ പ്രാപിച്ച് ഇച്ചിരി പുത്തനൊക്കെ കിട്ടി, നന്മകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ ലോത്ത് പ്രൈസ് ദി ലോർഡ് പതിയെ പറയുക, ഓ അതൊക്കെ അബ്രഹാമിന്റെ പഴയ കാലമാ, അങ്ങനെയൊക്കെ ജീവിച്ചാൽ പറ്റുമോ? നാടോടുമ്പോ എന്ത് ചെയ്യണം? നടുവേ ഓടണം. അതുകൊണ്ട് ഓടിയതാ. പ്രൈസ് ദി ലോർഡ്. കൂടാരം പ്രൈസ് ദി ലോർഡ് സോദോമിലേക്ക് അങ്ങോട്ട് നീക്കി 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 അടിച്ചു. ഞാനും നിങ്ങളും വേർപാടുകാരാ. ഇസ്രായേൽ മക്കള് യോർദാൻ പ്രൈസ് ദി ലോർഡ് കനാൻ ദേശത്തിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ദൈവം യോർദാന്റെ കരയിൽ കൊണ്ടുവന്ന്, യോർദാൻ കരയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പ്രൈസ് ദി ലോർഡ് അവരോട് പറഞ്ഞു, പുരോഹിതന്മാര്, നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുന്നേയും ജനം പിന്നാലെയും പോകാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും അക്കരെ കടന്ന ശേഷം ദൈവം അവരോട് പറഞ്ഞു, കഴിഞ്ഞ 40-40 വർഷമായി ഇവരെ പരിച്ഛേദന ചെയ്തിട്ടില്ല, ഇവരെല്ലാവരും പരിച്ഛേദന ചെയ്യാൻ പറഞ്ഞു. കാര്യം എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ഇവരും ലോക മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്തിനാ പരിച്ഛേദന ചെയ്യുന്നത്? നിന്റെ ഹൃദയത്തിന്റെ പരിച്ഛേദന ചെയ്യുന്നത് പ്രൈസ് ദി ലോർഡ് നിന്നെ ഒരു വേർപാടുകാരനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ. എനിക്കും ഈ ലോകത്തിനും ഒരു ബന്ധവുമില്ല. എന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്റെ പാർപ്പിടം അങ്ങ് ഉയരത്തിലാ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂതലത്തിൽ ആത്മീയന് സംഭവിച്ച ഏറ്റവും വലിയ കോട്ടം എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ഇവിടെ പാർക്കുമ്പോൾ ഇവിടെ ഭൂമിയായി, ഇവിടെ നന്മകളായി. പ്രൈസ് ദി ലോർഡ് നമ്മളൊക്കെ പറയും നമ്മൾ വേർപാടുകാരാ, ഈ ലോകത്തിനെ പോലൊന്നുമല്ല, നമ്മൾ അതുപോലെ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ അതുപോലെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മളും പാടും, ലോകം എനിക്ക് വേണ്ട, ലോകത്തിലൊന്നും വേണ്ട, പോകണം യേശുവിന്റെ പിന്നാലെ എന്ന് പറഞ്ഞാലും ഈ ലോകത്തിലുള്ള എന്തിനെങ്കിലും പിടുത്തപ്പെടുന്നുണ്ടോ? ഇല്ല.
Praise the Lord. ലോകത്തിന് സംഭവിച്ചത് ലോകം വിട്ടു മാറിയെന്ന് പറഞ്ഞാലും അവന് ലോകം അവനെ വിട്ടു മാറിയിട്ടില്ല. അവൻ ലോകത്തിന്റെ പിന്നാലെയാ. കൂടാരം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമകനായ ലോത്തും കുടുംബവും താമസിക്കുന്നതിന് പകരം അവൻ ദുഷ്ടന്മാരും മ്ലേച്ഛന്മാരും പാപികളുമായി ദൈവനിഷേധികൾ പാർക്കുന്ന സോദോമിന് അടുക്കലേക്ക് അവൻ കൂടാരം മാറ്റി 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 അടിച്ചു, അല്ലെങ്കിൽ നീക്കി നീക്കി അടിച്ചു എന്ന അതിനോട് ചേർന്ന് നിന്റെ സാക്ഷ്യം പോകുന്ന, നിന്റെ ആരാധന കുറയ്ക്കുന്ന, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്ന കൂട്ടുകെട്ടുകൾ നിനക്കുണ്ടാകരുത്. ദൈവത്തിന്റെ ഭയം നിന്നിൽ നിന്ന് കുറച്ചു കളയാൻ ഉതകുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിനെ വിട്ടു മാറി നടക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ നീ രാപ്പകൽ ധ്യാനിച്ചോളണം. നിന്റെ കൃപ പോകും. വരുമ്പോ കർത്താവിന്റെ വരവെങ്കിൽ നീ തഴയപ്പെടും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ നീ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കണം. ലോത്തിനൊരു അവസരം കിട്ടിയപ്പോ അബ്രഹാം പറഞ്ഞത്, ലോത്തെ മോനെ, നീയും ഞാനും നിന്റെ ആൾക്കാരും എൻ്റെ ആൾക്കാരും തമ്മിൽ പ്രശ്നം ഉണ്ടാകണ്ട, അതുകൊണ്ട് നീ ഇഷ്ടമുള്ള സ്ഥലം എടുത്തോളാന്നാ പറഞ്ഞേ. ലോത്ത് ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കൂടാരം പതിയെ സോതോമിലിട്ട് നീക്കി 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 അടിച്ചു. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കത്തില്ലേ? കുഴപ്പമില്ല, മൊബൈലൊന്ന് ഉപയോഗിച്ചു 10 മിനിറ്റോ അരമണിക്കൂറൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ തുറന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണിയായാലും അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അപ്പം കുഞ്ഞുങ്ങൾ നമ്മളെല്ലാവരും ഇതൊക്കെ തന്നെ അല്ലയോ? ഒരിച്ചിരി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ദൈവം തോട്ടമൊക്കെ സൃഷ്ടിച്ചേച്ച് ആദാമിനെ ഹവ്വയും തോട്ടത്തിലാക്കി വെച്ച് പറഞ്ഞു, എല്ലാം കഴിക്കത്തില്ല മോനെ, എല്ലാം കഴിക്കാം, ഏത് ഫലം വേണേലും കഴിക്കാം, പക്ഷെ ഒരു ഭാഗം മാത്രം ആ തോട്ടം നടുവ് നിൽക്കുന്ന എൻ്റെ കുഞ്ഞി, ആ തോട്ടത്തിൽ ആയിരക്കണക്കിന് മരങ്ങളില്ലേ, നീ ഒരു ദിവസം ഒന്ന് വെച്ച് കഴിച്ചാൽ പോലും എല്ലാ മരവും തീരത്തില്ലല്ലോ. കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഫലം മാത്രം തപ്പിപ്പിടിച്ച് അതിനെ തേടിപ്പിടിച്ച്, ലോത്തെ നിനക്ക് താമസിക്കാൻ എവിടെല്ലാം സ്ഥലങ്ങളുണ്ട്, നിന്റെ വീട് വെക്കാൻ നിനക്ക് എവിടെല്ലാം സ്ഥലങ്ങളുണ്ട്, കൂട്ടുകൂടാൻ എന്തോരം ആൾക്കാരുണ്ട്, നീ ഇതിനെ തിരഞ്ഞു പിടിച്ച് ദുഷ്ടന്മാരോടും പാപികളോടും ദൈവനിഷേധികളും തന്നെ തോളത്ത് കൈയിട്ട് നടക്കുന്നേ. ശത്രുവിനൊരു ടാർഗറ്റ് ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കൾ, അവിടെ തലമുറകളെ ചാടിച്ച് കളയാൻ, തകർത്ത് കളയാനായിട്ട് ശത്രു ചിലരെയൊക്കെ ഇങ്ങനെ റെഡിയാക്കി നിങ്ങൾ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഏലിയുടെ മക്കളെ കേട്ടിട്ടുണ്ടല്ലോ, ഒഫ്നിയും ഫിനെഹാസും. പ്രൈസ് ദി ലോർഡ്. അപ്പനാരാ? പുരോഹിതനാ. അപ്പൻ യാഗം കഴിക്കുന്നവനാ. അപ്പന് പേരും പ്രശസ്തിയൊക്കെ ഉള്ളവനാ. ആലയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നവനാ. ശീലോവിൽ ആലയം വരുമ്പോ അവിടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിനൊക്കെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വലിയൊരു പുരോഹിതനാണ് ഏലി പുരോഹിതൻ. മക്കൾ 2 വഴിപഴച്ചതാ. പ്രൈസ് ദി ലോർഡ്. വഴിപഴച്ചത് മാത്രം, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ മരണ വാർത്ത കേൾക്കാനിടയായി തീർന്നു. ശത്രു ദൃഷ്ടിവെക്കുന്ന മേഖലകൾ കണ്ടോ? നമ്മളെ തലമുറകൾക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തലമുറകൾക്കായി നമ്മൾ ഇന്ന് മനുഷ്യരെ മിക്കവാറും എല്ലാവരും ഈ ലോകത്തിൻ്റെതായ, എന്നെ ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്കൊക്കെ പല വിഷയങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്. ആരും വിളിച്ചേച്ച് പാസ്റ്ററേ എൻ്റെ കുഞ്ഞ് രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ആരും വിളിക്കാറില്ല. സ്തോത്രം. ഞാൻ എപ്പോഴും ആലോചിക്കും, ആരെങ്കിലും ഒരാളെങ്കിലും വിളിച്ചേച്ച് എൻ്റെ കുഞ്ഞൊന്ന് നന്നാവാൻ വേണ്ടി പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആരും വിളിക്കാറില്ല. പാസ്റ്ററെ എൻ്റെ മോൾ UK പോകണം, എൻ്റെ മോൻ US പോകണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വിചാരിക്കുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ US UK എന്നൊക്കെ. മനസ്സിലായില്ലേ? ആരും വിളിക്കാറില്ല. വിളിച്ചേച്ച് പാസ്റ്ററെ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ ആത്മാഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുഞ്ഞ് പ്രൈസ് ദി ലോർഡ് ദൈവത്തെ അറിഞ്ഞ് ദൈവഭാഗത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതൊന്നും പ്രാർത്ഥിക്കാൻ പറയത്തില്ല. പകരം പറയും പ്രൈസ് ദി ലോർഡ് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി. ഇതൊന്നും പ്രാർത്ഥിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയനാണ്, ഒരു ദൈവ പൈതലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ചിന്ത പ്രൈസ് ദി ലോർഡ് ലോകത്തിന്റെ ചിന്തയല്ല, സോദോമിന്റെ ചിന്തയല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടാരം ലോകത്തിലേക്ക് നീക്കി നീക്കി അടിക്കുന്നതല്ല, പകരം ദൈവത്തോട് ചേർന്ന് നടക്കാനാ പ്രാർത്ഥിക്കേണ്ടേ. US UK ഒക്കെ വരുമെന്നേ. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ തമ്പുരാൻ തരേണ്ടതൊക്കെ തരും. നന്മയും കരുണയും എന്റെ ആശ. നമുക്ക് വചനം അറിയത്തില്ല. നിങ്ങൾ നന്മയും കരുണയും തേടി പോകേണ്ട. നിങ്ങൾ ദൈവത്തെ അറിയുമ്പോൾ നന്മയും കരുണയും നിങ്ങളുടെ പിന്നാലെ വരും. നമ്മൾ ദൈവത്തോട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളണം. You just walk with the Lord. Mercy and blessings will follow you.
ദൈവത്തിന്റെ നന്മയും അനുഗ്രഹങ്ങളും നിങ്ങളുടെ പിന്നാലെ വരും. ആരും പ്രൈസിലോട് ആരോടും പോയി റെക്കമെൻഡേഷൻ കൊടുത്ത്, ആരോടും പോയി പേപ്പർ കൊടുത്ത്, ആരോടും പോയി കാല് പിടിച്ചിട്ടില്ല ദാവീദ് ഇസ്രായേലിന്റെ രാജാവായത്. ആരുടെയും കൈകാല് പിടിച്ച്, ആരോടും വാക്ക് പറഞ്ഞ്, ആർക്കും പ്രൈസിലോട് പതാരം കൊടുത്തോ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടോ കൈക്കൂലി കൊടുത്തിട്ടോ അല്ല. യോസഫ് കുണ്ടറയിൽ നിന്ന് മിസ്രയീമിന്റെ അധിപനായി മാറിയത് ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടല്ല. ദാനിയേൽ അവരോധിക്കപ്പെട്ടത്, ഇതൊക്കെ നടന്നത് നന്മയും കരുണയും അവരുടെ പിന്നാലെ വന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യൂ. യു ജസ്റ്റ് ലേൺ ടു വാക്ക് വിത്ത് ദി ലോർഡ്. ദൈവത്തോട് ചേർന്ന് നടക്കുക. There will be a change in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൂടാരം നീക്കി അടിക്കണ്ട, നിങ്ങൾക്കുള്ള കൂടാരം തമ്പുരാൻ ഉറപ്പിക്കും. ഞാൻ എങ്ങനെയും ഒന്ന് കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് പ്രൈസ് ലോർഡ് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, എനിക്കൊന്ന് UK പോയാൽ മതി. നിങ്ങൾ അതിനു വേണ്ടി കിടന്ന് പ്രൈസ് ലോർഡ് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടന്നേ. നല്ല സ്ഥലത്ത് നിങ്ങളെ മാനിക്കേണ്ടടുത്ത് തമ്പുരാൻ മാനിച്ചിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളെ തമ്പുരാൻ കൈവിട്ടിട്ടില്ല. പ്രൈസ് ലോർഡ്. കർത്താവിനോട് ചേർന്ന് നടക്കാൻ, ദൈവത്തോട് ചേർന്ന് നടക്കാം. സ്തോത്രം. ഞാൻ വേഗത്തിൽ ഈ വാക്യം നിർത്തട്ടെ. ഒരു ഭാഗം ഒന്ന് വായിച്ചേ. 19-ാം അധ്യായം അതിന്റെ 15-16 വാക്യം. ഉൽപ്പത്തി പുസ്തകം 19 ചാപ്റ്റർ 19 വേഴ്സ് 15 and 16. 15-16 വാക്യം. നീതിമാൻ വലയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഒന്ന്, പച്ചപ്പ് കാണുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തമായിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കും. 2, ദുഷ്ടനാണ്, പാപികളാണ്, കൊള്ളരുതാത്തതാണ്, എനിക്ക് ചേരാത്തതാണെന്ന് അറിഞ്ഞിട്ടും കൂടെ കൂടുക. കൂടാരം നീക്കി അടിച്ചു. സോദോമിലോട്ട് ദൈവം പറഞ്ഞയച്ച് തോത്തു പോയതാണോ? അല്ല. സോദോമിന് അബ്രഹാം റെക്കമെൻഡേഷൻ കൊടുത്തതാണോ? ഇല്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. നീ തെരഞ്ഞെടുത്തതാ. നിന്റെ നന്മ കത്തിപ്പോയെങ്കിലേ നീ അവിടെ കൊണ്ടുണ്ടാക്കിയതുകൊണ്ടാ. ആ സ്ഥലം ദൈവത്തിന്റെ ചോയ്സ് അല്ല, അത് നിന്റെ ചോയ്സാണ്. ചോദിക്കും, കർത്താവേ, നമ്മളാണെങ്കിൽ ചോദിക്കും, എന്തിനാ കർത്താവേ ഇത്രയും കാലത്തെ കഷ്ടപ്പാട്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ദൈവമേ രാത്രിയും പകലില്ലാതെ ഞങ്ങൾ അധ്വാനിച്ചതല്ലേ പുകയായിട്ട് മേളിലോട്ട് കയറുന്നത്. തമ്പുരാൻ ചോദിക്കും, നിന്നെ ഞാൻ അയച്ചോ അങ്ങോട്ട്? നിന്നെ ഞാൻ അയച്ച സ്ഥലത്ത് നിന്നെങ്കിലേ ഇത് കത്തത്തില്ല, പകരം അത് താഴ്ച വളർന്നേനെ. അബ്രഹാം കണ്ടതാ പുക വീഴുന്നത്. അബ്രഹാമിന്റെ സമ്പാദ്യമൊന്നും കത്തിപ്പോയില്ല. കൂടെ വന്ന ലോത്ത് സമ്പാദിച്ചതൊക്കെ കത്തിച്ചാരമായി പോയി. നീതിമാൻ വലയുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചേർന്ന് നടക്കാൻ തീരുമാനമെടുത്താൽ ദൈവത്തോട് ചേർന്ന്. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് വചനം പറയുന്നത്, ഒന്നുകിൽ നീ ഉഷ്ണവായനിരിക്കുക, അല്ലെങ്കിൽ നീ ശീതവാനായിരിക്കുക. ഒന്നുകിൽ നീ തണുത്തിരിക്കുക, അല്ലെങ്കിൽ നീ ചൂടുള്ളവനായിരിക്കുക. നീ ശീതോഷ്ണവനായാൽ നിന്റെ വായിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? നിന്നെ ഉമിഴ്ന്നു കളയും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ നമ്മൾ വിശ്വാസിയായിരിക്കണം, അല്ലെങ്കിൽ ജഡീകനായിരിക്കണം. ഒന്നുകിൽ നമ്മൾ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിച്ച് ആത്മികനായി ശരിയായി ജീവിക്കണം. വെറുതെ ദൈവത്തെയും പറ്റിച്ചുകൊണ്ട് നമ്മൾ നടക്കരുത്. കാരണം കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതായി പോകും. നോക്കിയേ, ഇവിടെ സോദോമിനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിട്ട് ദൂതൻ വന്ന് ലോത്തിനോട് പറയുക, നീ ആ കാണുന്ന പർവ്വതത്തിലേക്ക് ഓടിപ്പോ. ദൂതൻ എന്തുവാ പറയുന്നേ? ജീവരക്ഷയ്ക്കായി. ഇവർ കണ്ടോ, ഇവര് ഓടിപ്പോയത് മാത്രമല്ല, ഇവരെ വീട്ടിനകത്ത് നിന്ന് കൈയോടെ പിടിച്ചിറക്കി പുറത്തു കൊണ്ട് വന്നതാ. ഞാനിങ്ങനെ ആലോചിക്കുക, ദൂതൻ ഇറങ്ങി പ്രൈസലോട് ഇവരെ കയ്യിലൊക്കെ പിടിച്ച് ലോത്തിനോട് വാമോനെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കൂട്ടി അവരെല്ലാവരും പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന്, എന്നിട്ടും എക്സ്ക്യൂസ് പറയുക. ദൈവകാര്യം വരുമ്പം തീരുമാനമെടുക്കാൻ അമാന്തിക്കുന്നത് നല്ല ലക്ഷണമല്ല. ദൈവകാര്യം വരുമ്പോ മറ്റെന്ത് കാര്യത്തിനും ചാടിക്കയറി ഞാൻ ചെയ്യാം. ദൈവകാര്യം വരുമ്പോൾ ഞാനില്ല, ഞാൻ പറയില്ല. നിങ്ങൾ ദൈവകാര്യത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ മറ്റതൊക്കെ നിങ്ങളുടെ മുന്നാലെ വരും. Seek ye first the kingdom of God and his righteousness, and everything will be get added unto you. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ദൈവരാജ്യം ആദ്യം അന്വേഷിക്കുക. ദൈവത്തിന്റെ വേലയെ കുറിച്ച് അന്വേഷിക്കുക. കർത്താവിനോട് ചേർന്ന് നടക്കാൻ അന്വേഷിക്കുക. ദൈവത്തെ ആരാധിപ്പാൻ അന്വേഷിക്കുക. കർത്താവിനെ എങ്ങനെ പ്ലീസ് ചെയ്യണമെന്ന് അന്വേഷിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് തരും. 37-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, Delight yourself in the Lord and he will give you the desires of your heart. അവൻ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവത്തെ തന്നെ രസിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. നിങ്ങൾ ദൈവത്തിലൊന്ന് സന്തോഷിക്കുക.
ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ്. God will give you desire. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, കർത്താവേ എനിക്ക് ഇന്നത് കിട്ടിയാൽ കൊള്ളായിരുന്നു, കർത്താവേ എനിക്ക് ഇന്നത് പഠിച്ചാൽ കൊള്ളായിരുന്നു, കർത്താവേ എനിക്ക് ഇന്ന ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു, കർത്താവേ എനിക്ക് ഇന്ന രാജ്യത്ത് പോയാൽ കൊള്ളായിരുന്നു, കർത്താവേ എനിക്ക് ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളായിരുന്നു. അത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ്. നീ ദൈവത്തോടൊന്ന് ചേർന്ന് നടക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് മാനിക്കുന്ന കർത്താവ്. ഞാൻ വെറും വാക്ക് പറയുവല്ല, ആ തരുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അർഹതയില്ലാത്തതിനെ എടുത്തുയർത്തി, പ്രൈസ് ദി ലോർഡ്, അർഹതയില്ലാത്തതിനെ എടുത്തുയർത്തി അതിനെ മാനിപ്പിക്കാൻ തയ്യാറുള്ള കർത്താവിനോടാ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. തീരുമാനമെടുക്കാൻ വൈകരുത്. ലോത്ത് പർവ്വതത്തിലോട്ട് ഓടാൻ പറഞ്ഞപ്പോൾ ലോത്ത് പറഞ്ഞു, കർത്താവേ അങ്ങോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ, ഈ കാണുന്ന മല സ്ഥലത്തിലോട്ടാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾക്ക് ഓടി അടുക്കാമെന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, മോനെ നീ ഏതെങ്കിലും ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? പെട്ടെന്ന് പോയി. ആ പറഞ്ഞ മാത്രമേ തന്നെ ലോത്ത് വാ പിള്ളാരെ വാ നമുക്ക് സ്ഥലം നോക്കാൻ പോവാന്ന് പറഞ്ഞ് ആടി ഇറങ്ങി പോയി സ്ഥലം കണ്ടുപിടിച്ചു, കൂടാരോ അടിച്ചു. പർവ്വതത്തിലോട്ട് പോകാൻ പറഞ്ഞപ്പോ മറുപടി മനസ്സിലായോ? ദൈവം ഒരു കാര്യം പറയുമ്പോൾ ചെയ്യാൻ വയ്യ. നമ്മുടെ കാര്യങ്ങളൊക്കെയാണ്, ലോകപരമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേഗത്തിൽ ചെയ്യും. പട്ടംകാട്ട ഞാനൊരു സംഭവ കഥ കേട്ടതാ. ഒരു 10 വയസ്സുള്ള ഒരു മനുഷ്യൻ, അയാൾ സ്നാനപ്പെട്ടിട്ടില്ല, പള്ളിയിൽ പോകുന്നുണ്ട്. പാസ്റ്റർ കാണുമ്പോൾ അച്ഛൻ സ്നാനപ്പെടണം, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വന്ന ബാക്ക്ഗ്രൗണ്ട് പ്രൈസ് ദി ലോർഡ് സമുദായ ബാക്ക്ഗ്രൗണ്ടിനകത്തുനിന്ന്, അതുകൊണ്ട് അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൻ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടേ നീ സ്നാനപ്പെടാനുള്ളത്. അപ്പന് 89-85 വയസ്സുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, 85-90 അടുത്ത വയസ്സും കണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ മരണശേഷം മാത്രമേ നീ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്നാനപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ അപ്പം മരിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ പിറ്റേ ദിവസം എൻ്റെ സ്നാനം പറഞ്ഞു നാളുകൾ കുറേ ആയി. അങ്ങനെ ഇരുന്നിരുന്ന് അപ്പന് വയസ്സ് കൂടിക്കൊണ്ട് വരുന്നു. അങ്ങനെ വാർദ്ധക്യമൊക്കെ ബാധിച്ചു, അപ്പന് അസുഖമൊക്കെ വന്നു, കിടപ്പിലൊക്കെ ആയി. അങ്ങനെ കിടന്നിനായ അപ്പൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് വയ്യാണ്ടായി. അപ്പം മരിച്ചിട്ട് സ്നാനപ്പെടാൻ വേണ്ടിയിരുന്ന മകൻ അപ്പന് മുമ്പ് അങ്ങ് മരണപ്പെട്ടു. സ്നാനം നടന്നോ? ഇല്ല. അപ്പനെ പെട്ടിയിലേക്ക് കുഴിയിൽ ഇറക്കിയതിന് ശേഷം പാസ്റ്ററെ അടുത്ത ദിവസം എൻ്റെ സ്നാനമാ എന്ന് പറഞ്ഞ അച്ഛൻ നേരത്തെ അങ്ങ് പോയി. വല്യപ്പച്ചൻ പിന്നെ അവിടെ ഇരിപ്പുണ്ട്. ദൈവസനയിൽ തീരുമാനമെടുക്കാൻ വൈകിക്കരുത്. നാളെ നമുക്കുള്ളതൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ലോത്ത് കണ്ടാൽ നീതിമാനാ, കണ്ട പ്രാർത്ഥിക്കുന്നവനാ, കണ്ട അബ്രഹാമിൽ നിന്നൊക്കെ പഠിച്ചതാ. പറയുന്ന ഭാഷ എന്തോ അബ്രഹാം പറയുന്നത് ദൈവമേ എന്ന് വിളിച്ചൊക്കെ പ്രാർത്ഥിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കേട്ട് കഴിഞ്ഞാൽ വലിയ ആത്മീകന്റെ സംസാര രീതികളൊക്കെയാ, ഒക്കെ ശരിയാ. പക്ഷെ എന്തോ പ്രശ്നം എന്നറിയാമോ? അവൻ തീരുമാനമെടുക്കുമ്പോൾ ലോക മനുഷ്യനെ പോലെയാ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത് അവൻ വളഞ്ഞുപോയ നീതിമാനാ. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്നില്ല എങ്കിലും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോത്തിന്റെ ഭാര്യ, നമ്മൾ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. റിമെമ്പർ ലോട്ട്സ് വൈഫ്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. നമ്മൾ ഈ വായിച്ച 19-ാം അധ്യായത്തിലോട്ട് ഒന്ന് വേഗത്തിൽ വന്നേ. സ്തോത്രം. അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ ലോത്തിന്റെ ഭാര്യ എങ്ങനെ പിന്നിലായേ? ഷീ ലിങ്കേർഡ് ബിഹൈൻഡ്, അല്ലേ? ലോത്തിന്റെ ഭാര്യ എങ്ങനെ പിന്നിലായേ? ദൂതന്മാര് ഇവരെല്ലാവരെയും പിടിച്ച് അപ്പനെയും അമ്മയെയും 2 പെൺപിള്ളാരെയും പിടിച്ചുകൊണ്ട് പുറത്തിറക്കി കൊണ്ടുവന്നല്ലേ. പിന്നെ ലോത്തിന്റെ ഭാര്യ എങ്ങനെ പുറകിലായേ? നടന്ന് പറയുന്നത് എന്തുവാ? ലിങ്കേഡ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാമോ? ഈ കാല് ഉളിക്കുക എന്നൊക്കെ പറയത്തില്ലേ? ഈ കാല് മുടന്തൽ പോലെ വന്നിട്ട് നടന്ന് കിടന്ന് പിന്നെ അവസാനം കാലൊരു ഉളുക്കി പിടിച്ചേച്ച് നടക്കാൻ പറ്റാതാകുന്ന ആ ഒരു അർത്ഥത്തിൽ അത് പറയുന്നേ. മുടന്ത് വരുന്ന പ്രശ്നം എന്നറിയാമോ? അവർക്ക് നടക്കാൻ വയ്യ. കാരണം പുറകിലോട്ടുള്ള വിളിയാ. പാട്ടൊക്കെ പാടിക്കൊണ്ടാ പോകുന്നത്. വീട്ടിൽ ഇറങ്ങിയപ്പോൾ ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് എന്നും വേണ്ട, പോകണം യേശുവിൻ. പാതെ നോക്കി പാട്ടൊക്കെ കൊള്ളാൻ, കേൾക്കാനൊക്കെ രസമുണ്ട്. പക്ഷെ മുടന്ത കാര്യം ഒന്നെന്നറിയാമോ? പുറകിൽ നിന്ന് വിളി വരുക. അയ്യോ എൻ്റെ സാരി, ഞാൻ മേടിച്ച വസ്ത്രങ്ങൾ, അയ്യോ ഞാൻ മേടിച്ച TV, ഫ്രിഡ്ജ് എല്ലാം ഇപ്പൊ കത്തും. പൈസ ഇതെല്ലാം ഇട്ടേച്ചാണല്ലോ പോകുന്നത്. അവർ നടക്കുന്നു പോകുന്നു എന്നുള്ളത് കാര്യമാണ്. അവളും ലോത്തിനെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, പക്ഷെ പുറകിലായിപ്പോയി. ദൈവം പറഞ്ഞില്ലേ പുറകോട്ട് നോക്കണ്ടാന്ന്, പിന്നെ എന്തിനാ ഇവള് നോക്കിയേ?
ലോത്ത് നോക്കിയില്ല. ഈ ലോത്തെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ലോത്തിനോട് പറഞ്ഞു, ഈ സ്ഥലമൊക്കെ ഞാൻ നശിപ്പിക്കാൻ പോവുകയും അതുകൊണ്ട് നിനക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ എന്ത് ചെയ്യണം, പെട്ടെന്ന് രക്ഷപ്പെടാൻ പറയണമെന്ന്. ഇവൻ നേരെ പോയി ഇവൻ്റെ പെൺമക്കളൊക്കെ വിവാഹം കഴിക്കാൻ വേണ്ടി വെച്ച് 2 പിള്ളേർ ചെറുക്കന്മാരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു ആലോചന ഉണ്ട്, കേട്ടോളണം, കുഞ്ഞുങ്ങളെ വേഗത്തിൽ ഈ ദേശം നശിപ്പിക്കും, സൊദോം ഗൊമോറ അഗ്നിക്കിരയാ, നിങ്ങൾ ഞങ്ങളോട് വാ, നമ്മളെ ദൈവം ഇവിടുന്ന് രക്ഷപ്പെടുത്തും, അതുകൊണ്ട് കൂടെ കൂടാൻ പറഞ്ഞു. പ്രായമുള്ള നരബാധിച്ച ലോത്ത് പറഞ്ഞപ്പോൾ പിള്ളേർ വിചാരിച്ച് കളി പറയുവാന്ന്. നിന്റെ ജീവിതത്തിൽ ഒരു സീരിയസ്നെസ് ഇല്ലെങ്കിലേ നീ ഒരു ആലോചന പറഞ്ഞാൽ പോലും ആരും കേൾക്കത്തില്ല. നീ ദൈവത്തോട് ചേർന്ന് നടന്നില്ലെങ്കിലേ നിന്റെ വാക്ക് ലോകം കളിവാക്കെന്ന് പറയും. ആ പിള്ളേര് പോലും ആ തീയിൽ ഇങ്ങനെ നശിച്ചു പോയി. വചനത്തിൽ എഴുതിയിരിക്കുക, ലോത്ത് പറഞ്ഞത് കളിവാക്കാണെന്ന് ലോത്തിന്റെ മക്കളെ കെട്ടുവാനിരുന്ന ആ പിള്ളേർക്ക് തോന്നിയിട്ട് അവരതിനെ വെറുതെ കളഞ്ഞു. അവരുടെ കൂടെ കൂടിയില്ല. അപ്പനും 2 പെൺമക്കളും അമ്മയുമായിട്ട് പ്രൈസിനോട് വഴിയാത്ര ചെയ്തിട്ട് ലോത്തിന്റെ ഭാര്യ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. ഇന്നും ഒരു നാണക്കേടായിട്ടങ്ങ് നിൽക്കുകയാ. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം എന്തുവാ? കർത്താവ് പറഞ്ഞേ, പുറകോട്ട് തിരിഞ്ഞു നോക്കണം, നിനക്കുള്ളതല്ല. നീ വിട്ടേച്ചു വന്നതൊന്നും നിനക്കുള്ളതല്ല. നീ ദൈവനാമത്തിന് വേണ്ടി എന്തൊക്കെ നീ ഉപേക്ഷിച്ചോ അതൊന്നും നിനക്കുള്ളതല്ല. നീ പിന്നെ തിരിഞ്ഞു നോക്കരുത്. ജീവരക്ഷാർത്ഥം നിന്റെ ജീവന് വേണ്ടി നീ ഓടിക്കോണം. നീ ഇട്ടേച്ചു വന്നതും നീ വേണ്ട എന്ന് പറഞ്ഞതും നീ പുറകിൽ വലിച്ചെറിഞ്ഞതും അത് ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട് അതിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ സ്ഥിരതയോടെ ഓടുക. കർത്താവ് ലോത്തിന്റെ ഭാര്യയെ ഓർത്തോളണം. എന്താ ലോത്തിന്റെ ഭാര്യ ചെയ്ത് തെറ്റെന്നറിയാമോ? ഒന്ന്, മുന്നേ നടക്കേണ്ടവർ പുറകെ കയറി നടന്നു. ലോത്തിനൊപ്പം നടക്കേണ്ടത് കൂടെയുള്ളതൊക്കെ കൂടെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചോളണം. ലോത്തിന്റെ കൂടെ നടക്കേണ്ടവൾ ലോത്തിന്റെ പുറകിലോട്ട് പതിയായി. പ്രൈസലോട് പുറകിലായതുകൊണ്ട് ലോത്തിന്റെ പുറകോട്ട് നോക്കാനും പറ്റില്ല. ഇനിയെങ്ങാനും പുറകോട്ട് നോക്കിയാൽ ഉപ്പുതൂണായാലോ? ലോത്ത് എന്തായാലും നോക്കിയില്ല, മുന്നോട്ട് നടന്നു. പുറകിൽ നടന്ന ഭാര്യയ്ക്ക് പ്രൈസലോട് ആന്തലുണ്ടായി. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായി തീർന്നു. 2, ലോത്തിന്റെ ഭാര്യ ചിന്തിച്ചു, ഇനി എങ്ങാനും ഈ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? കർത്താവ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. വാനമേഘത്തിൽ ശബ്ദം വരും, വാനമേഘത്തിൽ മേഘം വാരിയോട് തന്റെ കർത്താവ് വാനമേഘങ്ങളിൽ ഇറങ്ങി വരുമെന്നൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാതാണെങ്കിലോ? ചുമ്മാതല്ല കുഞ്ഞെ, വരും. ഇന്നത്തെ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവിങ് ആസന്നമാണ്. കർത്താവിന്റെ വരവെങ്കിൽ വാദിക്കല. അധികം കാലമൊന്നും ഇനി ഉണ്ടാകത്തില്ല. അധികം കാലവും പ്രൈസലോട് ഈ ലോകത്തിൽ ഇനിയും ഒരുപാട് കാലം മനുഷ്യന് തിന്നും കുടിച്ചുമൊക്കെ ജീവിക്കാമെന്ന് ഇനി പറയാൻ പറ്റത്തില്ല. വചനം പറയുന്നുണ്ട്, പ്രൈസലോട് നിങ്ങൾ തിന്നും കുടിച്ചും നാളെയും ഉണ്ടാകും, അടുത്ത ദിവസം ജോലിക്ക് പോകാം, കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന കാലം അതങ്ങ് അവസാനിക്കാൻ പോകുക. തമ്പുരാന്റെ വരവിങ് വാദിക്കല. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവൻ. യാത്ര പുറപ്പെട്ട പലരും പുറകിൽ പിന്തിരിഞ്ഞു നിന്ന് അപമാനമായി മാറാൻ പോകുന്ന സമയമാണ്. യാത്ര പുറപ്പെട്ട 10 കന്യകമാരെ അറിയാലോ. മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. 5 പേര് ഒരുങ്ങി. 5 പേരുടെ കയ്യിൽ പ്രൈസലോട് എണ്ണ ഉണ്ടായിരുന്നു. 5 പേരുടെ കയ്യിൽ പ്രൈസലോട് വിളക്കുണ്ട്, പക്ഷെ എണ്ണ കരുതിയില്ല. മണവാളം വന്നപ്പോ വിളക്കെടുത്തിട്ട് അത് കത്തിക്കൊണ്ടിരുന്ന തിരി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പിന്നെയും ഒഴിച്ചു നോക്കി. എണ്ണ ഒഴിക്കാൻ നോക്കുമ്പോൾ എണ്ണയില്ല. പ്രൈസലോട് വിളക്ക് മാത്രമേ ഉള്ളൂ, എണ്ണയില്ല. സ്തോത്രം. എന്തുവാ ചെയ്തത്? മണവാളം പറഞ്ഞു, എനിക്ക് നിന്നെ അറിയത്തില്ല. 10 പേരും ഒരുപോലെ ഒരുങ്ങിയവരാ. 10 പേര് ഒരുപോലെ പള്ളിയിൽ പോയവരാ. 10 പേര് ഒരുപോലെ ബൈബിൾ ചുമന്നവരാ. 10 പേര് ഒരുപോലെ പാടിയവരാ. 10 പേരും ഒരുപോലെ ഉപവസിച്ചവരാ. 10 പേര് ഒരുപോലെ കൂട്ടായ്മ കൂടിയതാ. പക്ഷെ നിന്റെ ഒരുക്കം ശരിയല്ല എങ്കിൽ മണവാളം തള്ളുന്ന സമയം വരുവാ. ലോത്തിന്റെ ഭാര്യ ലോത്തിനോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എന്നാ പുറംതിരിഞ്ഞ് സോദോമിലേക്ക് ഒന്ന് നോക്കി. അവളുടെ മനസ്സ് അവളെങ്കിൽ ജഡീകമായി മറ്റുള്ളവർ കാണുക ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. ശരിയായൊരു മാനസാന്തരം നടന്നിട്ട് തന്നെ അവൾ പുറകോട്ട് നോക്കി, ഉപ്പുതോണ്ടായിത്തീർന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണുകടച്ച് ദൈവങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. അരുമനാഥന്റെ വരവിങ് അടുത്തിരിക്കുക. കാഹളം ധ്വനിപ്പാൻ അധികം സമയമൊന്നുമില്ല. അതേത് നിമിഷവും സംഭവിപ്പാം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ തള്ളപ്പെടാതിരിപ്പാൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം, നമ്മുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കാം, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്കായി പ്രാർത്ഥിക്കാം, ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഭക്തന്മാർ പോലും വീണുപോകുന്ന ഈ സമയത്ത് കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർ പോലും കർത്താവെ താളടിയായി പോകുന്ന ഈ സമയത്ത് ദൈവമേ, ഞങ്ങളോടുകൂടെ വഴിയാത്ര ചെയ്യുന്നവര്, ഞങ്ങളോടുകൂടെ വിശ്വാസ ഓട്ടം
ഓടുന്നവര് ആരും തളർന്നു പോകാതിരിപ്പാൻ ഞങ്ങൾ ഈ പകൽക്കാലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. ലോകം പിശാചിനെ ജയിച്ചവരായി കർത്താവേ, ലോകത്തിന്റെ ചിന്തകൾ വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സ്വർഗം അവരെ ബലപ്പെടുത്തണമേ കർത്താവേ. അവിടുത്തെ വരവാസന്നമായിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ ഒരുക്കത്തോടെ കാത്തിരിപ്പോടെ ആയിരിക്കാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോത്തിനെ പോലെ കർത്താവെ ലോകത്തെ സ്നേഹിച്ച് ലോകസ്നേഹിയായി മാറാതെ, ലോത്തിന്റെ ഭാര്യയെ പോലെ കർത്താവെ വാഗ്ദത്തം വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ വാക്കിന് മറുപടി കൊടുക്കാതെ കർത്താവെ പുറത്തെടുക്കുവാൻ ഇടവരാതെ വണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവെ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങളുടെ തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ആരും നശിച്ചു പോകുവാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദുഷ്ടനാരെയും അപകരിക്കരുത്, ദുഷ്ടനാരെയും തെറ്റിച്ചു കളയരുത്. ഈ ദിവസങ്ങളിൽ കർത്താവേ അവിടുത്തെ വരവിന് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു കൂട്ടത്തെ സ്വർഗം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവസഭ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ പരിശുദ്ധനാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കൂട്ടുവിശ്വാസികൾക്കായി സ്തോത്രം. ഉരത്തിലെ കൃപയോട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളിപ്പോൾ അനുഗ്രഹത്തോടെ പറഞ്ഞേക്കണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം, വെടിവെച്ചതിനായി സ്തോത്രം, ബലപ്പെടുത്തിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിന്റെ പ്രിയ പിതാവേ, ആമേൻ.